അങ്ങനെ ഒരു വർഷത്തിന് ശേഷം കയ്യിലുള്ള S24 അൾട്രയുടെ ക്യാമറ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൻ്റെ പുതിയ കരീസ്മയും എടുത്ത് നേരെ പുള്ള് പാടത്തേക്ക് വിട്ടു. തൃശ്ശൂരിൽ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് പുള്ളുപാടം. വിശാലമായ പച്ചപ്പും താമരപ്പാടും പിന്നെ പല വിഭാഗത്തിൽപ്പെട്ട ബേഡ്സുമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഞാൻ 4K 60 FPS വീഡിയോസ് എല്ലാം എടുത്തത്. കൂടെ 12 and 50 MBയിൽ 3xലും 200 MB 1xലും ഫോട്ടോസ് എടുത്തു. പിന്നെ വീഡിയോസ് ഫോട്ടോസ് ഒന്നും തന്നെ എഡിറ്റ് ചെയ്തതോ പ്രോ മോഡിൽ എടുത്തതോ അല്ല, എല്ലാം ഫോണിലെ നോർമൽ സെറ്റിംഗ്സിൽ എടുത്തതാണ്. ഇതാണ് താമരപ്പാടം. 3xലും 5xലും 10xലും 20xലും സൂം ചെയ്ത് ഓരോ ഷോട്ടും എടുത്തു. ക്വാളിറ്റി കാര്യമായി കുറയാതെ തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. ഉള്ളിൽ നട്ടുച്ചയ്ക്കായിരുന്നു ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. വേനലായതുകൊണ്ട് തന്നെ പച്ചപ്പോ ഭംഗിയോ പഴയതുപോലെ ഇല്ല. എങ്കിലും കഴിയും പോലെ ഓരോ ഫ്രെയിംസും ഷൂട്ട് ചെയ്തു. വർഷക്കാലത്തൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പായിരിക്കും. ഏത് ആംഗിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും നല്ല മനോഹരമായ ഷോട്ടുകൾ കിട്ടും. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ പച്ചപ്പൊന്നും കാര്യമായിട്ടില്ല. പിന്നെ പലതരത്തിലുള്ള ബേഡ്സ്, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ വരുന്ന ഒരു ഏരിയയാണ്. കാരണം പല വിധത്തിലുള്ള ബേഡ്സിൻ്റെ ഫോട്ടോസ് എടുക്കാൻ കഴിയും. 5x വരെ നമുക്ക് അത്യാവശ്യം തീരെ ക്വാളിറ്റി കുറയാതെ തന്നെ ഓരോ പിക്ചറും എടുക്കാൻ കഴിഞ്ഞിരുന്നു. വീഡിയോ ആണെങ്കിലും 5x വരെ അടിപൊളിയാണ് ഒപ്റ്റിക്കലായതുകൊണ്ട്. പിന്നെ ഇവിടെ റോഡ് സൈഡിൽ തന്നെ പല കൃഷികളും കാണാൻ പറ്റി. കൈപ്പക്ക, പിന്നെ തനിയെ മുളച്ചു വന്ന പച്ചപ്പയർ, പിന്നെ പറമ്പ് ചീര, അങ്ങനെ പല കൃഷികളും കാണാൻ കഴിഞ്ഞു. ടെൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോയും വീഡിയോസും എടുക്കാൻ കഴിയുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ലൈറ്റിംഗ് കണ്ടീഷനിൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ക്വാളിറ്റി കിട്ടുന്നില്ല. അത് ഈ ലൈറ്റിംഗ് കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വീഡിയോയിൽ 20x വരെയാണ് സൂമിങ് ചെയ്യാൻ കഴിയുന്നത്. അതിൽ 5x വരെയാണ് ഒപ്റ്റിക്കൽ സൂം ഉള്ളത്. അത് കഴിഞ്ഞാൽ ഡിജിറ്റൽ സൂമാണ്. എങ്കിലും അത്യാവശ്യം ക്വാളിറ്റി കുറയാതെ തന്നെ വീഡിയോസ് എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ഒക്കെ കുറച്ച് മോശമായിരുന്നു, പ്രത്യേകിച്ച് വീഡിയോ എടുക്കുമ്പോൾ. അതായത് 5xൽ മുകളിലോട്ട് വീഡിയോ സൂം ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവായിരുന്നു. പിന്നെ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒട്ടും തന്നെ എഡിറ്റ് ചെയ്യാതെ നേരെ ഫോണിലെ ഇൻബിൽട്ട് സെറ്റിങ്സ് വെച്ച് മാത്രം എടുത്താണ്. അതുകൊണ്ട് തന്നെ അത്ര കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. നമുക്ക് കാര്യമായിട്ട് കളർ ഗ്രേഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും